പെരുന്നാട് വെച്ചൂച്ചിറ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് പമ്പയാറിന് കുറുകെയുള്ള കോസ്വേയാണ്. അങ്ങേക്കര അരയാഞ്ഞിലിമൺ പ്രദേശമാണ്. അവിടെ ഏറെക്കുറെ 350 കുടുംബങ്ങളുണ്ട്. ഈ പുഴയുടെ അടിത്തട്ടിൽ നിന്നും കോസ്വേയിലേക്കുള്ള ഉയരം എന്നുള്ളത് കേവലം 6 അടി മാത്രമാണ്. അതുകൊണ്ട് തന്നെ തുടർച്ചയായി ഏതാനും ദിവസം മഴ പെയ്താൽ നദിയിൽ വെള്ളം ഉയരുകയും കോസ്വേയിലേക്ക് വെള്ളം കയറുകയും പിന്നീട് ഗതാഗതവും കാൽനട യാത്ര പോലും തടസ്സപ്പെടുന്നതാണ് സ്ഥിതി. ഒരു വർഷം തന്നെ ഒന്നിലധികം തവണ ഇത്തരത്തിലുള്ള സ്ഥിതി ഈ മേഖലയിലെ ആളുകൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് കാലങ്ങളായുള്ള ഒരു പ്രശ്നം. അവിടുത്തെ ആളുകൾക്ക് ഇനി പോകാൻ വേറെ മാർഗ്ഗമില്ലല്ലോ അല്ലേ? ഇല്ല, ഒരു മാർഗ്ഗമില്ല. സ്കൂൾ കുട്ടികളുടെ അടക്കം കാര്യം അവതാളത്തിലാണ്. അതെ, രാജ്യത്തിൽ പല ഒത്തിരി ജീവനക്കാർ, ഗവൺമെൻറ് ജീവനക്കാരുണ്ട്, അല്ലാതെ ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അവരെല്ലാം ഇപ്പോൾ ഒറ്റപ്പെട്ടിങ്ങനെ നിൽക്കുക, ജോലിക്ക് പോകാൻ പറ്റില്ലാതെ കിടക്കുകയാണ്. കാലങ്ങളായി അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം എന്നുള്ള നിലയിൽ പ്രദേശവാസികൾ സംഘടിച്ച് പാലം നിർമ്മാണത്തിന് ഒരു പദ്ധതി തയ്യാറാക്കിയിരുന്നു. അപ്പോൾ സർക്കാരിൻ്റെ പ്രഖ്യാപനം വന്നു, ST ഫണ്ട് ഉപയോഗപ്പെടുത്തി കാൽനടയ്ക്ക് സൗകര്യത്തോടുകൂടിയുള്ള ഒരു പാലം എന്നുള്ളത്. എന്തായി ആ പാലത്തിൻ്റെ അവസ്ഥ? 28 ലക്ഷം രൂപയാണ് മുടക്കി നാട്ടുകാർ പണിയാം എന്നും പറഞ്ഞ് 5-8 ലക്ഷം രൂപ മുടക്കി കുറേ പില്ലർ പണി തീർന്നതാണ്. അത് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ജനപ്രതിനിധികൾ ഇടപെട്ട് അവരത് ചെയ്തോളാം എന്നുള്ള നിലയിൽ 2.5 കോടി രൂപ കണ്ട് അനുവദിച്ച് പാലം ചെയ്തോളാം എന്നുള്ള നിലയിൽ അവർ ഫ്ലക്സ് വെച്ച് ഉദ്ഘാടനമൊക്കെ നടത്തി. ഇവിടെയും കുരുമമൊഴി 2 പാലം ഉദ്ഘാടനം ചെയ്ത് അവർ പോയി. അതിപ്പോൾ 2 വർഷമായി. അത് കഴിഞ്ഞ് അതിൻ്റെ മുമ്പോട്ടുള്ള നടപടിയെപ്പറ്റി ഇത് എന്തായെന്ന് ഇവിടെ എന്തായാലും കാണാനൊന്നുമില്ല. അത് കഴിഞ്ഞ് പേപ്പർ വർക്ക് എന്തായി എന്നുള്ളതിനെപ്പറ്റി നമുക്കറിയത്തില്ല. പാലം നിർമ്മാണത്തിന് 2,90 ലക്ഷം രൂപയാണ് വകയിരുത്തിയത്. PWDയെ നിർവഹണ ഏജൻസിയായി തിരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ കുറച്ച് ദൂരം എന്നുള്ളത് ഇരുമ്പ് കൊണ്ട് നിർമ്മിക്കുന്നതും ബാക്കി കോൺക്രീറ്റും എന്നുള്ളതാണ്. PWD ഉദ്യോഗസ്ഥർ സ്ഥല പരിശോധന നടത്തിയ ശേഷം ആ പദ്ധതിയിൽ നിന്ന് പിന്മാറി. ഇനി വർക്കിംഗ് ഗ്രൂപ്പ് ചേർന്ന് തീരുമാനം പുനഃപരിശോധിച്ച ശേഷം സർക്കാർ ഉത്തരവിറങ്ങണം മറ്റേതെങ്കിലും ഒരു ഏജൻസിയെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏൽപ്പിക്കാൻ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് റാന്നി MLA പ്രമോദ് നാരായണന്റെ ഓഫീസ് വിശദീകരിക്കുന്നത്. അതേസമയം തന്നെ ഒറ്റപ്പെട്ട അരയാഞ്ഞിലിമൺ ദേശവാസികൾക്ക് ഏറ്റവും വേഗത്തിൽ യാത്ര സാധ്യമാകുന്നതിന് അല്ലെങ്കിൽ താൽക്കാലികമായ പ്രശ്നം മറികടക്കുന്നതിനാവശ്യമായ സഹായം ലഭ്യമാക്കുന്നതിന് NDRFന്റെ സേവനം ഇവിടെ ലഭ്യമാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അത്യാവശ്യ ഘട്ടങ്ങൾ ആശുപത്രി അടക്കമുള്ള സേവനങ്ങൾക്ക് സൗകര്യമൊരുക്കാനുള്ള ക്രമീകരണങ്ങൾ കൂടി ആയി വരുന്നു എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ക്യാമറമാൻ ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.